പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ മഹത്വകരമായ ഞായറാഴ്ച ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ കർത്താവ് കൃപയാക്കി. ഇന്നത്തെ വിശുദ്ധ ഏവെങ്കിലിയൻ ഭാഗം ശുദ്ധിയുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വേദഭാഗങ്ങളാണ്. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വചനത്തിൻ്റെ ഞായറാഴ്ചയായി സുറിയാനിസയുടെ പിതാക്കന്മാർ അനുഗ്രഹീത ദിവസത്തെ ക്രമീകരിച്ചിരിക്കുന്നു. അനന്തരം 6-ാം മാസത്തിൽ ഗലീലായിൽ നസറേത്ത് പട്ടണത്തിൽ ദാവീദ് വംശത്തിലുള്ള യൗസേപ്പ് എന്ന പേരുള്ളവനായ ഒരുവന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കലേക്ക് ഗബ്രിയേൽ മാലാഖ ദൈവസന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ടു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. മാലാഖ അവരുടെ അടുക്കൽ ചെന്ന് അവളോട്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ അവനെ കണ്ടിട്ട് ആ വചനം മൂലം പരിഭ്രമിക്കുകയും ഈ സമാധാനം എന്താകുന്നു എന്ന് വിചാരിക്കുകയും ചെയ്തു. മാലാഖ അവളോട്, മറിയമേ, നീ ഭയപ്പെടേണ്ട, എന്തെന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഇതാ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ മഹാനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവമായ കർത്താവ് പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവന് യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയ മാലാഖയോട്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാതിരിക്കെ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. മാലാഖ ഉത്തരമായി അവളോട്, പരിശുദ്ധാത്മാവ് വരികയും അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. ഇതാ, നിൻ്റെ ചാർച്ചക്കാരെ എലിശബ കൂടിയ വാർദ്ധക്യത്തിൽ പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് വിളിക്കപ്പെട്ടവൾക്ക് ഇത് 6-ാം മാസമാണ്. എന്തെന്നാൽ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. അപ്പോൾ മറിയം, ഇതാ, ഞാൻ കർത്താവിൻ്റെ ദാസിയാകുന്നു, നിൻ്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. മാലാഖ അവളുടെ അടുക്കൽ നിന്ന് പോവുകയും ചെയ്തു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വചനമാണ് മറിയാമിനോടുള്ള വചനത്തിൻ്റെ ഞായറാഴ്ചയിൽ സുറിയാനിസയുടെ പിതാക്കന്മാർ ക്രമീകരിച്ചു തന്നിരിക്കുന്നത്. പരിശുദ്ധമായ ദേവാലയത്തിൽ ശുശ്രൂഷാനിരതമായി ജീവിക്കുന്ന ബാലികയായ മറിയത്തിൻ്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ മാലാഖ ഗബ്രിയേൽ മാലാഖ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മറിയത്തോട് പറയുന്ന, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് വന്ന ഗബ്രിയേലാണ്. കൃപ ലഭിച്ചവളെ, നിനക്ക് സമാധാനം എന്നുള്ള വന്ദനത്തോടുകൂടെയാണ് മറിയത്തിൻ്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ മാലാഖ വന്ന് നിൽക്കുന്നത്. നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. നിൻ്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിൻ്റെ ജീവിതത്തിലേക്ക് ലോകത്തിൻ്റെ രക്ഷകൻ നിൻ്റെ ഉദരത്തിൽ പിറക്കാൻ പോകുകയാണ്. ആ വലിയ സദ്വർത്തമാനം മറിയത്തെ അറിയിക്കുമ്പോൾ മറിയം ചോദിക്കുന്നത്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാതിരിക്കെ ഇതെങ്ങനെ സംഭവിക്കുമെന്നാണ്. മാലാഖ പറഞ്ഞ ദൈവസന്നിധിയിൽ വന്ന ഗബ്രിയേലാണ്. അത് പറഞ്ഞിട്ട് മാലാഖ മറിയത്തോട് പറയുന്നത്, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വരുമ്പോൾ നീ ഗർഭം ധരിക്കും, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അവൻ അത്യുന്നതനാണ്. ദാവീദിൻ്റെ സിംഹാസനം ദൈവം അവൻ എന്നേക്കുമായി നൽകും. അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിന് മേൽ എന്നേക്കും രാജാവായിരിക്കും. എത്രയോ മഹത്വകരമായൊരു ദർശനമാണ്, ക്രിസ്തു ദർശനമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തീരുക. 1-2 കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒന്ന്, മറിയം പറയുന്നു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടുമ്പോൾ മറിയത്തിൻ്റെ ജീവിതത്തിൽ വരുന്നതായ വലിയ ഒരു രൂപാന്തരം, മറിയത്തിൻ്റെ ജീവിതത്തിൽ വരുന്നതായ വലിയൊരു അനുഗ്രഹം അവിടെ നമുക്ക് ദർശിക്കപ്പെടുവാനായിട്ട് സാധ്യമായിട്ടില്ല. കൃപ ലഭിച്ചവളെ, നിനക്ക് സമാധാനം എന്നാണ് മാലാഖ പറഞ്ഞത്. എന്തുകൊണ്ടാണ് മറിയത്തിന് കൃപ ലഭിക്കാനിടയായിരുന്നത്? ഹന്ന യൂയാക്കീൻ ദമ്പതികളുടെ മകളായിരിക്കുന്ന മറിയം ദൈവസന്നിധിയിൽ ദീർഘകാലത്തെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെ ഫലമായി ദൈവം തങ്ങൾക്ക് നൽകിയതായ അനുഗ്രഹമാണ് മറിയം എന്ന് പറയുന്ന കുഞ്ഞ്. അവൾക്ക് മറിയം എന്ന് പേരിടുകയും ദീർഘകാലത്തെ അവരുടെ ആഗ്രഹത്തിൻ്റെ ഫലമായി ലഭിക്കപ്പെട്ട കുഞ്ഞാകയാൽ അവരുടെ സമർപ്പണത്തിൻ്റെ ഭാഗമായി ദേവാലയ സമർപ്പണത്തിലേക്ക് കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്ത കാലഘട്ടം. ദൈവത്തിൻ്റെ ആലയത്തിൽ അവിടെ സമർപ്പിച്ചു. ദേവാലയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന മറിയം, ആ ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന മറിയത്തിനടുക്കലാണ് ഗബ്രിയേൽ മാലാഖ എന്ന് പറയുന്നത്, കൃപ ലഭിച്ചവളെ, നിനക്ക് സമാധാനം. മാതാവിന് കൃപ ലഭിക്കാനുള്ള കാരണം എന്താ? നമുക്ക് എന്തുകൊണ്ടാണ് ദൈവകൃപ ലഭിക്കാത്തത്?
ഇന്ന് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവകൃപയ്ക്ക് വേണ്ടിയാണ്. ദൈവകൃപ വേണം, ദൈവകൃപ വേണം, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ദൈവകൃപ നമുക്ക് ലഭിച്ചു എന്നുള്ള ബോധ്യം നമുക്കില്ല. എന്തുകൊണ്ടാണ് ദൈവകൃപ നമുക്ക് ലഭിക്കാത്തത് എന്ന് നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. മറിയത്തിന് ദൈവകൃപ ലഭിക്കാനുള്ള കാരണം ഒന്ന്, അവൾ ദേവാലയത്തെ ശുശ്രൂഷിച്ചിരുന്നവളാണ് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആലയത്തെ ശുശ്രൂഷിക്കുന്ന ഒരുവനാണ് ദൈവകൃപ ലഭിക്കാനിടയെ തീരുക. ദൈവാലയ ശുശ്രൂഷ, ദൈവാലയത്തെ മഹത്വകരമായി ശുശ്രൂഷ ചെയ്യുന്ന ഒരുവന് ദൈവത്തിന് കൃപ ലഭിക്കും. ദൈവത്തിൻ്റെ ആലയത്തോട് ചേർന്ന് നിന്ന് ആലയത്തെ ബഹുമാനിച്ച്, ആലയത്തെ കരുതി, ആലയത്തെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. കേവലം മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഇന്ന് നമ്മൾ കാണുന്ന ദൈവാലയങ്ങളെ അല്ല, അതിനപ്പുറമായി ദൈവം തൻ്റെ ഉള്ളംകരം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായ ദൈവാലയങ്ങൾ എന്ന് പറയുന്ന നാം ഓരോരുത്തരുമാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തിൽ ദൈവം വസിക്കുന്നുണ്ട്. ദൈവമന്ദിരമാകുന്ന ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിച്ചു കളയും. അപ്പോൾ എൻ്റെ ഈ ശരീരം എന്ന് പറയുന്ന ദേവാലയമാണ്, ദൈവത്തിന് വസിക്കേണ്ട ഇടമാണ്. എൻ്റെ ദൈവത്തിന് കുടികൊള്ളുവാൻ, എൻ്റെ ദൈവത്തിന് വസിക്കാൻ ദൈവം അമ്മയുടെ ഗർഭപാത്രത്തിൽ തൻ്റെ കരം കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ദൈവാലയമാണ് ഞാൻ എന്ന് പറയുന്ന എൻ്റെ ഈ ശരീരം. ഈ ശരീരത്തെ ഞാൻ ശുശ്രൂഷിക്കണം, ഈ ശരീരത്തെ ഞാൻ ആദരിക്കണം, ഈ ശരീരത്തെ ഞാൻ ബഹുമാനിക്കണം. അപ്പോഴാണ് എനിക്ക് ദൈവത്തിന് കൃപ ലഭിക്കപ്പെടുക. എങ്ങനെയാണ് ഞാൻ ഈ ശരീരത്തെ ബഹുമാനിക്കേണ്ടത്? ഒരു ദൈവാലയത്തെ പോലെ ഞാൻ എൻ്റെ ശരീരത്തെ ബഹുമാനിക്കണം. നമ്മുടെ പള്ളികളിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടുമ്പോൾ ചെരുപ്പുകളൊക്കെ പുറത്തൂരി കൈയും മുഖവും ഒക്കെ നന്നായി കഴുകി കുരിശ് വരച്ചുകൊണ്ട് ബഹുമതിപൂർവ്വം ഞാൻ നിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചെൻ്റെ നേർച്ചകളെ നാൾതോറും നിനക്ക് കഴിക്കുമെന്ന് പ്രാർത്ഥിച്ച് ആദരവോടും ഭയത്തോടും ബഹുമാനത്തോടും കൂടെയാണ് ദേവാലയത്തിൽ പ്രവേശിക്കുക. ദൈവാലയത്തിൽ നിൽക്കുന്ന ഓരോ സമയങ്ങളും നമ്മുടെ ഉള്ളിലൊരു ബോധ്യമുണ്ട്, ദൈവം വസിക്കുന്ന ഇടമാണ്, ദൈവ സാന്നിധ്യമുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ അശുദ്ധമായത് ചിന്തിക്കാൻ, അശുദ്ധമായത് പെരുമാറാൻ, അശുദ്ധമായത് പറയാൻ പള്ളിയകത്ത് വെച്ച് നമ്മൾ ധൈര്യപ്പെടാറില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പള്ളിയായിപ്പോയി, പുറത്തിറങ്ങ്, അവിടെ വെച്ച് കാണാം. പള്ളിയായിപ്പോയി. പള്ളിയെ നമുക്ക് ഭയമാണ്, പള്ളിയെ നമുക്ക് ബഹുമാനമാണ്, പള്ളിയെ നമുക്ക് ആദരവാണ്. കാരണം അവിടെ ദൈവ സാന്നിധ്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മനുഷ്യനിർമ്മിതമായ ദൈവാലയങ്ങളിൽ ദൈവസാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന് വസിക്കാൻ ദൈവം ഉള്ളംകരം കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ നമ്മുടെ ശരീരങ്ങളിൽ ദൈവ സാന്നിധ്യമില്ലേ? അതെന്തുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല? അതുകൊണ്ട് മാതാവ് കൃപ ലഭിക്കപ്പെട്ടവളായിത്തീർന്നത് ദൈവാലയത്തെ ശുശ്രൂഷിച്ചതുകൊണ്ടാണ്. രണ്ടാമത്, മാതാവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വിനയത്തിൻ്റെ ജീവിതമാണ്. ഇതുപോലെ സമർപ്പണത്തിൻ്റെ, വിനയത്തിൻ്റെ ജീവിതം നയിച്ചൊരാൾ ലോകത്തുണ്ടാകത്തില്ല. ഇതാ ഞാൻ നിൻ്റെ ദാസി. കർത്താവിൻ്റെ അമ്മ പറയുന്നത് ഇതാ ഞാൻ നിൻ്റെ ദാസി എന്നാണ്. പരിപൂർണമായി ദൈവകരങ്ങളിൽ വിനയപ്പെടാൻ കഴിയുന്ന മാതാവ്, പരിപൂർണമായി സമർപ്പിക്കപ്പെടാൻ കഴിയുന്നൊരു മാതാവ്, തൻ്റെ ശരീരത്തെ മാത്രമല്ല തനിക്ക് വരാൻ പോകുന്നൊരു പീഡനം അല്ലെങ്കിൽ നിന്ന, താൻ ഏൽക്കാൻ പോകുന്ന പരിഹാസത്തെക്കുറിച്ച് നല്ല ബോധ്യം മാതാവിനുണ്ട്. ആ പരിഹാസത്തെക്കുറിച്ച് ബോധ്യമുള്ളപ്പോൾ തന്നെ ആ പരിഹാസത്തെ സ്വീകരിക്കുവാനും ഏറ്റുവാങ്ങുവാനും തയ്യാറായിക്കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന അമ്മ. അതാണ് സമർപ്പണമെന്ന് പറയുന്നത്. വരാനിരിക്കുന്ന നിന്ദകളെ, വരാനിരിക്കുന്ന പീഡകളെ, വരാനിരിക്കുന്ന കഷ്ടതകളെ ഉള്ളംകരത്തിൽ സന്തോഷത്തോടെ മേടിക്കുക. അതാണ് സമർപ്പണത്തിൻ്റെ ജീവിതമെന്ന് പറയുന്നത്. നമുക്ക് ഈ സമർപ്പണം ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവകൃപ നമുക്ക് ലഭിക്കപ്പെടും. എന്തു വന്നാലും എൻ്റെ ദൈവസ്നേഹമാണ് എനിക്ക് വേണ്ടതെന്ന് ചിന്തിക്കുന്നവർക്കാണ് ദൈവത്തിന് കൃപ ലഭിക്കുക. മാതാവിന് ദൈവകൃപ ലഭിച്ചത് വിനയം കൊണ്ടാണ്, സമർപ്പണം കൊണ്ടാണ്. മാതാവിൻ്റെ ജീവിതം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതമാണ്. എലീശുബായുടെ സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് ഉള്ളിൽ സന്തോഷം തിരതല്ലി എലീശുബായുടെ അടുക്കിലേക്ക് കടന്നു എന്ന് എലീശുബായെ ശുശ്രൂഷിക്കുന്ന മാതാവ്. അതുകൊണ്ടാണ് അവൾക്ക് ദൈവകൃപ ലഭിച്ചത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയപ്പെടുന്ന സന്ദർഭം. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധേയമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അസാധ്യമായതൊന്നുമില്ല. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനായിട്ടുള്ളത്, അസാധ്യമെന്ന് പറയുന്നതൊന്നുമില്ല. ഇന്ന് പലപ്പോഴും വചനത്തിന് മുമ്പിലിരിക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അസാധ്യങ്ങൾ ധാരാളമായിട്ടുണ്ടാകാം. ഒരിക്കലും സാധ്യമല്ലെന്ന് പറയുന്ന ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം.
ഇന്ന് നീ അനുഭവിക്കുന്ന വിഷമങ്ങളും വേദനകളും ദുരിതങ്ങളും നിനക്കൊരിക്കലും അതിൽ നിന്ന് കരകയറാൻ സാധ്യമല്ലെന്ന് ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം നൽകുന്നൊരു വാഗ്ദാനമുണ്ട്. അവനൊന്നും അസാധ്യമല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. പുരുഷ സ്പന്ദമില്ലാതെ, പുരുഷ സ്പർശമില്ലാതെ മാതാവ് ഗർഭിണിയായെങ്കിൽ, എലിശുബ എന്ന് പറയുന്ന വയോവൃദ്ധയായിരിക്കുന്ന മാതാവ്, ഉദരം അടയ്ക്കപ്പെട്ടവൾ, ഗർഭപാത്രം അടയ്ക്കപ്പെട്ടവൾ, അവരുടെ ജീവിതത്തിൽ ദൈവകൃപ വ്യാപരിച്ചിട്ട് അവൾ ഗർഭിണിയായെങ്കിൽ അവനൊന്നും അസാധ്യമല്ല. ഇന്ന് വചനത്തിന് മുമ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വസാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവസ്നേഹത്തിലായിരിക്കാൻ ഇടയാക്കട്ടെ. മാതാവിൻ്റെ അറിയിപ്പിൻ്റെ വചനിപ്പിൻ്റെ മഹത്വകരമായ ദിവസം സർവ്വ നന്മകളാലും ദൈവം നമ്മളെ നിറയ്ക്കട്ടെ. കൃപ നിറഞ്ഞവരായി ജീവിപ്പാൻ ദൈവം നമുക്കിടയാക്കട്ടെ. 2024 കടന്ന് 2025 പ്രവേശിക്കാൻ കാലെടുത്ത് വയ്ക്കുന്ന നമുക്ക് ദൈവകൃപയോടുകൂടെ ജീവിപ്പാൻ ഇടയാകട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയനായ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് തരുന്ന ആലോചനകൾക്കും വചനത്തിനും കൂട്ടായ്മയ്ക്കുമായി സ്തോത്രം. നിൻ്റെ മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.